ദീപങ്ങൾ മങ്ങി കൂരിരുൾ തിങ്ങി മന്ദിരമൊന്നതാ കാണുമോ മുന്നിൽ. ഇത് KPACയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയല്ല, ഇത് ഷിറ്റാണ്. കോഴിക്കോട് മേമുണ്ടയിൽ തുടങ്ങി കൊല്ലം വരെ നിറഞ്ഞൊഴുകിയ ഷിറ്റ്. നാടാകെ ഒഴുകേണ്ട ഷിറ്റ്. അതാ ചൂണ്ടുവിരൽ ഉയർന്നു താഴ്ന്നു. കപടത ഓരോന്നും അരങ്ങിൽ പൊളിഞ്ഞു വീഴുന്നു. കണ്ടിരുന്നവർ പൊള്ളി അമരുന്നു. ഇവിടെ ഇങ്ങനൊരു ദേശം ഇപ്പോഴും സെപ്റ്റിക് ടാങ്കിനുള്ളിലാണ്. ആരൊക്കെയോ വെച്ച് നീട്ടിയ വേഷം ഉടുത്തി കെട്ടിയത് മുതലാ നമ്മളെ എല്ലാം മറന്നുപോയതും വല്ലാതെ മാറിപ്പോയതും നമ്മൾ ഇല്ലാതായതും. മലം ഒഴുകിപ്പോകുമ്പോൾ മാനവികത തെളിയണം. നവോത്ഥാനത്തിലൂടെ നവീകരിക്കപ്പെട്ട നാട്ടിൽ എന്തിനീ മലവിസർജനം? മറുപടിയുണ്ടോ? ഇക്കാലഘട്ടത്തിൽ നമ്മുടെ അന്ധവിശ്വാസങ്ങളെയും അതേപോലെ തന്നെ മതത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് കുറേ വിഡ്ഢിത്തങ്ങളാണ് നമ്മുടെ ഭരണകൂടവും അതേപോലെ തന്നെ ജനങ്ങളും കാട്ടിക്കൂട്ടുന്നത്. അതിന് എതിരെ ഒരു വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള നാടകമാണ് ഞങ്ങൾ ഇവിടെ ഷിറ്റ് എന്ന പേരുള്ള നാടകത്തിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ ജീർണിച്ച ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് നാടകം ഉണ്ടായിട്ടുള്ളത്. പുതിയ തലമുറ ഉറക്കെ വിളിച്ചു പറയുന്നത് നാടകം മരിക്കുകയല്ല, ശക്തമായി ജീവിക്കുക തന്നെയാണ്. അരങ്ങ് അല്പനേരം ജീവിതം മാത്രമാകുന്നു. കല ഒഴിയുന്നു, കാഴ്ചക്കാർ മറയുന്നു. അത് നമ്മളാകുന്നു. നമ്മള് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യം നാടകത്തിലൂടെ പറയുന്നു. അതിന് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെന്ന് നമ്മളെ ഒന്നാകെ ചേർത്ത് പാടിയവരുടെ മണ്ണിൽ നിന്നിങ്ങനെ ഉറച്ച ശബ്ദമുയരുമ്പോൾ മൂകസാക്ഷിയായി ഇവിടെ ആ ഒരാൾ. ഒരാളിൽ നിന്ന് ഒരുപാട് പേരിലേക്ക്, ഒരു വിപ്ലവ കാലത്തേക്ക്. ബിനു പാവുമ്പയ്ക്കൊപ്പം ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.